അപ്പൊ അത് ഒരാഴ്ച ഗ്യാപ്പില് വരുന്ന സിനിമയാണ്. ആടുജീവിതം എക്സ്പെക്ടേഷൻ ഭയങ്കര, കാരണം നമ്മൾ നോവൽ വായിച്ച് അതേപോലെ ഹീൽ ചെയ്ത ഒരു നോവലായിരുന്നു ആടുജീവിതം. അത് എത്രയോ വർഷം, 10 വർഷം മുന്നേയൊക്കെ വായിച്ചതാണ്. അപ്പം അത്രയും നാളെടുത്ത് ഒരു ഡയറക്ടർ ഒരു 16 വർഷം സമയം കളഞ്ഞ് എത്രയോ വർഷം കൊണ്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു സിനിമ കാണാൻ എന്തായാലും നമ്മൾ എക്സൈറ്റഡ് ആണ്. അത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തന്നെയാണ്. അമ്മ ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുമായി? ആടുജീവിതവുമായി ബന്ധപ്പെട്ടിട്ട്? ഇല്ല, അതില് രാജുവിന്റെ അമ്മയുടെ ക്യാരക്ടറാണ്, ഉമ്മയുടെ ക്യാരക്ടറാണ് അമ്മ ചെയ്യുന്നത്. അത് നോവൽ വായിച്ച ആൾക്കാർക്ക് അറിയാം. ആ ഒരു ഗൾഫിലേക്കുള്ള യാത്രയ്ക്ക് മുന്നേ അല്ല, അത് ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ഫാമിലി എന്ന് വന്നതുകൊണ്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ്. കാരണം അത് ചിലപ്പം ഒരു സിനിമ, ആദ്യത്തെ ഒരു സിനിമയിലേക്ക് ഒരു അവസരത്തിന് അത് ഉപയോഗപ്പെടും എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ ഫാമിലി വന്നുകൊണ്ട് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറയുന്നത് വളരെ തെറ്റായ ധാരണയാണ്. അങ്ങനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അവര് പറയുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എത്രയോ സിനിമകളോട് ചെയ്ത് കഴിയണമായിരുന്നു അല്ലെ. അപ്പൊ ഇപ്പോഴും ഞാൻ ആ സ്ട്രഗിൾ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അത് സത്യമാണ്. എപ്പോഴാണ് അവർ പറയുന്നത് പോലെ എന്റെ കരിയറിൽ വയസ്സ് നടക്കുമ്പോഴല്ലേ ഞാൻ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ, അവന് പറയുന്നത് എന്തെങ്കിലും ഒരു അർത്ഥം മനസ്സിലാവും. ഇപ്പൊ അതങ്ങനെയല്ല. ഞാൻ ഏകദേശം 2012 ആദ്യത്തെ സിനിമ അഭിനയിക്കുന്നത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ഇടയ്ക്ക് കുറെ നാൾ ഗ്യാപ്പ് വന്നു. അപ്പൊ അതെല്ലാം നമ്മുടെ ഒരു സ്ട്രഗിൾ സ്റ്റേജ് തന്നെയാണ്. നമ്മളൊരു നല്ല കഥാപാത്രത്തിന് വേണ്ടി, നല്ല വർക്കിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ നല്ല നല്ല സിനിമകൾ സംഭവിക്കും. അതങ്ങനെ തന്നെയാണ്. അത് ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ടൊന്നുമല്ല.